തിരുവനന്തപുരം മൃഗശാലയിലെ കടുവ ജീവനക്കാരനെ ആക്രമിച്ചു. സൂപ്പർവൈസർക്ക് തലയ്ക്ക് പരിക്കേറ്റു. കമ്പിക്കിടയിലൂടെ കൈ കടത്തി തലയ്ക്ക് നഖം കൊണ്ട് മാന്തുകയായിരുന്നു. കൂട് കഴുകുന്നതിനിടെയാണ് ആക്രമണമുണ്ടായത്. അരുൺ സോളമൻ നൽകും വിശദാംശങ്ങൾ. അരുൺ, മൃഗശാലയിൽ നിന്ന് സമീപകാലത്തൊന്നും വന്നിട്ടുള്ള ഒരു വാർത്തയല്ല ഇത്തരത്തിലുള്ള ഒരു ആക്രമണം. ഇത് ഏത് തരത്തിലാണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ളതിന്റെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ ലഭിച്ചു വരുന്നുണ്ടോ? ഇദ്ദേഹത്തിന്റെ തലയ്ക്കാണല്ലോ പരിക്കേറ്റിട്ടുള്ളത്. സാരമായ പരിക്കാണോ? റോഷ്നി, ഇന്ന് 11 മണിയോടുകൂടിയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്തെ. ഇത് വയനാട്ടിലെ ബംഗാൾ കടുവയാണ്. വയനാട്ടിൽ നിന്നാണ് ഇതിനെ കൊണ്ടുവന്നത്. ഇവിടെ ബബിത എന്ന് പറയുന്ന ഈ കടുവ ഇത് ഇപ്പോൾ 6 വയസ്സായി എന്നുള്ളതാണ് നമുക്ക് വെറ്റിനറി സർജൻ നികേഷ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് ഇന്ന് രാവിലെ ഈ 11 മണിയോടുകൂടി തന്നെ ഇവിടെ നേരത്തെ തന്നെ കൂട് വൃത്തിയാക്കിയിരുന്നു. ഇതിനുശേഷം ഈ സൂപ്പർവൈസർ കൂടിയായിട്ടുള്ള രാമചന്ദ്രൻ ഇവിടെ വന്ന് വീണ്ടും ഈ വെള്ളത്തിലെന്തോ കിടക്കുന്നു എന്ന് കരുതിയിട്ടാണ് അദ്ദേഹം ഈ വീണ്ടും ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് വന്നത്. പക്ഷേ ഈ കടുവയുടെ ശരീരപ്രകൃതം വളരെ ചെറുതാണ്. അതായത് കൈകൾ ചെറുതായതുകൊണ്ട് തന്നെ നിലവിൽ ഈ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്ന ഗ്രില്ലിൽ നിന്നും കൈകൾ പുറത്തു വരാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഡോക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയാണ് ഈ സൂപ്പർവൈസർ കൂടിയായിട്ടുള്ള രാമചന്ദ്രൻ്റെ തലയിൽ ഈ നഖങ്ങൾ കൊണ്ട് ആക്രമിക്കുന്ന ഒരു അവസ്ഥയുണ്ടായത്. അദ്ദേഹത്തിന് സാരമായിട്ടുള്ള പരിക്കുകൾ ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ അദ്ദേഹത്തിനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി വിദഗ്ധമായിട്ടുള്ള ചികിത്സ നൽകിയിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കരമന തളിയൂർ സ്വദേശിയാണ്. അവിടെ ഇപ്പോൾ വീട്ടിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും കടുവകൾ കീപ്പർമാരോടൊരു പൊതുവിൽ സ്ഥിരമായിട്ട് പരിപാലിക്കുന്നത് കൊണ്ട് തന്നെ ചെറിയൊരു ഒരു അറ്റൻഷൻ ഉണ്ടാവുമെന്നുള്ളത് നമുക്ക് അറിയാമെങ്കിലും ഒരു വൈൽഡ് അനിമലാണ്. അതുകൊണ്ട് തന്നെ അറ്റാക്കിങ് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്നുള്ളതാണ് നിലവിൽ ഡോക്ടർ വ്യക്തമാക്കുന്നത്. എന്തായാലും നമുക്കൊപ്പം ഇവിടെ നമുക്ക് ഡോക്ടർ കൂടി ചേരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം കൂടി നമുക്ക് എടുക്കാം എന്ന് കരുതുന്നു. അനിമലിനെ മാറ്റേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് കടുവകൾക്ക് വാലോയിങ് ബിഹേവിയർ ഉള്ളതുകൊണ്ട് കടുവയെ മാറ്റിയിട്ട് വൃത്തിയാക്കേണ്ട ആവശ്യമില്ല. അതിപ്പോൾ അല്ലാതെ തന്നെയാണ് ക്ലീൻ ചെയ്യാറുള്ളത്. അതാണ് പോസിബിളി അതായിരിക്കാം കാരണം. നമ്മൾ ഇതങ്ങനെ പ്രത്യേകമായിട്ട് ആക്രമിക്കുന്നതല്ലാന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അപ്പം രാമേന്ദ്രൻ സൂപ്പർവൈസർ കൂടിയാണല്ലോ. കീപ്പർമാരല്ലേ ഈ ജോലി ചെയ്യേണ്ടത്? അതെ, കീപ്പർമാരാണ് ചെയ്യേണ്ടത്. അദ്ദേഹം സൂപ്പർവൈസറാണ്. അദ്ദേഹം ആയിരുന്നു കടുവയുടെ കീപ്പർ. അപ്പോൾ അദ്ദേഹത്തിന് കടുവകളോട് പ്രത്യേക ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ കീപ്പർമാരുടെ എണ്ണം കുറവായതുകൊണ്ട് സഹായത്തിനായിട്ട് അദ്ദേഹം കൂടെ വന്നതാണ്. ഈ പരിക്ക് എങ്ങനെയാണ് ഇപ്പോൾ? സ്റ്റിച്ച് എത്രയുണ്ട്? ഇപ്പോൾ 4 സ്റ്റിച്ചുകളാണ് ഉള്ളത്. അദ്ദേഹം ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഗുരുതരമായ പരിക്കല്ല. അദ്ദേഹത്തിന് റെസ്റ്റ് കൊടുക്കാനായിട്ട് നമ്മളിവിടെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഇത് ഈ വീണ്ടും വൃത്തിയാക്കാൻ വേണ്ടി അകത്ത് കയറുമ്പോഴാണോ പുറത്ത് നിന്നപ്പോഴാണോ സംഭവിച്ചത്? കടുവയുടെ കൂട് നമ്മൾ അകത്ത് കയറി വൃത്തിയാക്കാറില്ല, പുറത്തു നിന്ന് മാത്രമേ വൃത്തിയാക്കാറുള്ളൂ. പ്രത്യേകിച്ച് അനിമൽ കിടക്കുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും പുറത്തു നിന്നിട്ട് തന്നെയാണ് വൃത്തിയാക്കുന്നത്. അപ്പോൾ പ്രശ്നം കൊടുക്കുന്നത് പുറത്തുനിന്ന് തന്നെയാണ്. അതെ, പുറത്തു നിന്ന് തന്നെയാണ്. കടുവയുടെ മൂവ്മെന്റ് നോക്കിയിട്ടാണ്